കേരളം ഇതിന് വഴിമരുന്നിട്ട് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം പല വിഷയങ്ങളും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വർഗീയത പരത്തുന്ന വിഷയങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത പോലെയല്ലേ. ഇനി അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു PR ഏജൻസി ചെയ്താണെങ്കിൽ ആ PR ഏജൻസിൻ്റെ പേരിൽ നടപടി മാത്രം പോരാ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും അധികം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്നത് വർഗീയ ധ്രുവീകരണത്തെയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കേരള മുഖ്യമന്ത്രി അത് ഒരു PR ഏജൻസി ഒഫീഷ്യലായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നലെ പ്രതികരണം ഉണ്ടായില്ല, ഇന്ന് പ്രതികരണം, നാളെ അതിലേറെ പ്രതികരണം ഉണ്ടാവും. അതാണ് ഇതൊരു നയവ്യതിയാനം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിച്ച് തുടങ്ങൂലേ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാഫർ വിവാദം ഉണ്ടായി. അവർക്ക് മനസ്സിലായിക്കൂടെ അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത്. ഇത് കേരളമാണ്. ആളുകൾ ഇത്തരം മതേതര പാതയിലല്ലാതെ ആളുകൾ നിൽക്കൂല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാഫർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ തോൽവി പറ്റിയില്ലേ. അതിൻ്റെ ചൂടാറും മുമ്പ് ഇപ്പോൾ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം, ഇത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പല ആളുകളും പ്രയോഗിച്ച് പിന്നെ അതിൻ്റെ ഒരു ഇത് യേശൂല, ഇതൊരു വക്ക് പോയ വാളല്ലേ. അപ്പോൾ കാരണം വെച്ചാൽ ഇത് BJP നിരന്തരം പ്രയോഗിച്ച് നോക്കുന്ന സംഗതിയല്ലേ മലപ്പുറം. അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള വാക്ക് മലപ്പുറം പ്രദേശമല്ല, അത് ഒരു ബാഡ് ടൈംസിൽ പല ആളുകളും ഉപയോഗിച്ചാണ്. അത് മുഖ്യമന്ത്രി ഉപയോഗിക്കാനേ പാടില്ല. അദ്ദേഹം ഉപയോഗിച്ചത് അല്ല, PR ഏജൻസി അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അതൊന്നുകൂടി ഗൗരവമായി. അതേതാ ഇതെന്താ നടക്കുന്നത് ഇവിടെ? ഇതെന്താ വളരെക്കാപ്പെട്ടോ? അദ്ദേഹം ഇവരിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സൂചന നൽകിയിരുന്നു. കരിപ്പൂരുമായിട്ട് മലപ്പുറത്തെ കേസുകളുടെ ഈ മലപ്പുറത്തിന് ഇങ്ങനെ ഒരു ചാപ്പകുത്തൽ അന്നുണ്ടായി. യഥാർത്ഥത്തിൽ മലപ്പുറത്ത് ഇപ്പോൾ അൻവർ പറയുന്ന വിഷയങ്ങൾ ഉള്ളത് തന്നെയാണ്. കാരണം ഇത് ഇപ്പോൾ പുറത്ത് വന്നതല്ലല്ലോ. ഇപ്പോൾ ഭരണകക്ഷി MLA ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളൂ. ലീഗ് ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ. ഈ കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയല്ല. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ്. അന്നത്തെ SP-യെ SP-യുടെ പേരിൽ നടപടിയെടുക്കണം, ഈ കാര്യങ്ങൾ വന്നു എന്ന് താമർ ജിഫ്രിയുടെ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്. ആ മരണത്തെക്കുറിച്ച് പാർക്ക സംശയം? അത് നേരായ മാർഗത്തിൽ അല്ല, അത് പിന്നെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ. അപ്പോൾ CBI അന്വേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു. നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ, അത് വെറുതെ ഒരുത്തനെ പിന്നെ മയക്കുമരുന്ന് കേസ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി ചാപ്പ കുത്തി കൊന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. ഇപ്പോഴല്ലല്ലോ, അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ പേരിലല്ലേ അവസാനം ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടല്ല അന്ന് പിന്നെ SP-യെ മാറ്റിയത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള കാര്യമാണ്, ഇപ്പം പറഞ്ഞ കാര്യമല്ല. അപ്പോൾ അത് മറ്റൊരു കോൺടെസ്റ്റിൽ വന്നു, ഒരു ഭരണകക്ഷി MLA പറഞ്ഞു എന്നപ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം കൂടി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമസഭകത്തും പുറത്തും ഒക്കെ വമ്പിച്ച പ്രക്ഷോഭം നടത്തിയതാണ്. ഈ അൻവർ ഉയർത്തിവിട്ട ആരോപണം CPM-നെ പിടിച്ചു കുലുക്കുകയാണ്. ചെറിയൊരു കുലുങ്ങൽ മുസ്ലിം ലീഗിനെയും കുലുക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ എന്തിനാ കുലുങ്ങണേ? വല്ലവരെയും കുലുക്കിയിട്ട് ഞങ്ങളിവിടെ അനാവശ്യമായി കുലുങ്ങിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇത് ഇവിടുത്തെ അന്ന് കാർഡ് മറ്റതായിരുന്നു. ഏത് ന്യൂനപക്ഷ വർഗീയത കാർഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ. ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും, അതേപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും. രണ്ടും ഞങ്ങൾക്ക് യേശൂലാന്ന് ഞങ്ങളിവിടെ തെളിയിച്ചതാണല്ലോ. എത്ര പൊന്നാനി പരീക്ഷണങ്ങളും എത്ര കാർഡ് മാറി ഉപയോഗിക്കലൊക്കെ ഈ രാജ്യത്ത് നടന്നാണ്. ഒരു കാർഡും ഞങ്ങളെ യേശൂല. ഞങ്ങൾ കറ കളഞ്ഞ ടെസ്റ്റ് വിജയിച്ച മതേതര പാർട്ടി. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതൊക്കെ. അടിസ്ഥാനരഹിതമായ വാർത്തകൾ. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഉത്ഭവം നോക്കണം. അതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ വാർത്ത, കള്ള വാർത്തകളാണ്. അല്ല, അതെ, ഇത് ചർച്ച ചെയ്യാം. ശശിക്കെതിരായിരുന്നു അൻവറിന്റെ പ്രധാന ആരോപണം. ഇപ്പൊ ഏറ്റവും പുതിയ വിവരപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇതിന്റെ ഒരു ഈ ഇന്റർവ്യൂവിലേക്ക് അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നത്. നിഷ്പക്ഷമായ അന്വേഷണങ്ങളും അതുമൂലം സാമാന്യ ജനങ്ങളെ വിവരം അറിയിക്കലുമാണ് ഇതിനൊക്കെയുള്ള പരിഹാരം. അങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണങ്ങൾ നടക്കണം. ഇപ്പോൾ ADGP സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, ഭരണകക്ഷി തന്നെയല്ലേ. അവർക്ക് തന്നെ ബോധ്യമില്ലല്ലോ. അവർ കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആണ്.
ശശിക്കെതിരെ കൊടുത്ത പരാതിയുടെ കോപ്പി അൻവർ പുറത്തുവിട്ടിരുന്നു. ശശി ഇടനിലക്കാരനായിട്ട് പണം വാങ്ങിക്കുന്നു, അതുപോലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതിയിലുള്ളത്. എത്രമാത്രം ഗുരുതരമായ ഒരു ആരോപണം? അല്ല ആരോപണങ്ങൾ ഗുരുതരം തന്നെയാണ്. എൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാലോ, എനിക്ക് ബോധ്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. ആരോപണങ്ങൾ ഗുരുതരം തന്നെ. അതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. സ്ഥാനത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് ഇങ്ങനത്തെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സാമാന്യ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിവിടെ നടക്കുന്നില്ല. ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, അവർ ചെയ്യേണ്ടത് കൂടുതൽ അന്വേഷണത്തിലൂടെ അവരുടെ ഘടകകക്ഷികളെയും ബാക്കിയുള്ള ആളുകളെയെങ്കിലും ആദ്യം ബോധ്യപ്പെടുത്തുക.